ഈ മലബാർ മേഖലയിലേക്ക് വന്നാൽ ഈ തിരുവോണ ദിവസം സദ്യയ്ക്ക് പകരം ബിരിയാണി ആയാൽ ബിരിയാണിയെ പറ്റി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് കേട്ടോ. അത് ഒരു വസ്തുതയാണ്. കോഴിക്കോട് ഹോട്ടലുകളിൽ ഓണ ദിവസം ബിരിയാണി കഴിക്കാൻ തൃശ്ശൂരിൽ നിന്നും കോട്ടയത്ത് നിന്നും ഒക്കെ ആളുകൾ അങ്ങ് വണ്ടി പിടിച്ചെത്തുകയാണ്. അപ്പോൾ ഓണ ദിവസം സദ്യ കഴിക്കാൻ ഇറങ്ങിയ ഷഹീദും ഇംതിയാസും ആ ബിരിയാണി കാഴ്ചയുടെ കഥ കൂടി നമ്മളിലേക്ക് എത്തിക്കുകയാണ്. ഈ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഓണസദ്യയുടെ രുചിയാണ്. പക്ഷെ ഇന്ന് ഈ ഓണ ദിവസം ഈ കോഴിക്കോട്ട് ഈ റഹ്മത്ത് ഹോട്ടൽ, ഇവിടെ ബിരിയാണി കിട്ടുന്ന ഹോട്ടലാണ്. അതിന് മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ തിരിഞ്ഞു കളിക്കുന്നുണ്ട്. എന്താ ഒരു ഉദ്ദേശം എന്നുള്ളത് നമുക്ക് പോയി നോക്കാം. ഇംതിയാസ് അല്ലേ, എന്താ ഇവിടെ റഹ്മത്ത് ഹോട്ടലിന് മുമ്പിൽ ഓണത്തിന് തിരിഞ്ഞു കളിക്കുന്നത്? നല്ലൊരു ഓണമൊക്കെയാണല്ലോ. മറ്റേ ഓണത്തിന് എന്താ ഇവിടെ ഈ ബിരിയാണി റഹ്മത്തിന് മുമ്പിൽ എന്താ? ഞാൻ സദ്യ കഴിക്കണോ അതോ ബിരിയാണി കഴിക്കണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ വേറൊരു കാഴ്ചയുണ്ട്, അതൊന്ന് കണ്ടാലോ? എന്താ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എന്താ ബിരിയാണിയാണോ? ബിരിയാണിയാണ്. സദ്യ കഴിക്കോ? ഇന്ന് മാറ്റി നിർത്താന്ന് വെച്ചിട്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് തൊട്ട് ഒന്ന് പുറത്തിറങ്ങി ഒന്ന് വെറൈറ്റി ഫുഡ് ആയിക്കോട്ടെ. ബീഫ് ബിരിയാണി. ഞാൻ ചിക്കനാണ്. ഫാമിലി മുഴുവനായിട്ട് അങ്ങനെ അറിയില്ല. അല്ല നമ്മള് രണ്ടുപേര് മാത്രമാണ്. മാരേജ് കഴിഞ്ഞ് 5 വർഷമായി. അപ്പൊ കോഴിക്കോട് വന്നപ്പോ കോഴിക്കോട് ഫുഡ് ഒന്ന് വെറൈറ്റി. നമ്മളെ ട്രിവാൻഡ്രാണ്. ഈ ഓണ ദിവസം കോട്ടയത്ത് നിന്ന് റഹ്മത്ത് ഹോട്ടലിൽ ബിരിയാണി കഴിക്കാൻ പറ്റിയ ആളുകളുണ്ട്. ഇവിടെ യൂട്യൂബിൽ കണ്ടിട്ട് വന്നതാണ്. റഹ്മത്തിലെ ബീഫ് ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഓണസദ്യ ഒന്നുമില്ല? ഓണസദ്യ വീട്ടിൽ പെണ്ണുങ്ങളാരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആണുങ്ങളെ ഉള്ളൂ. അപ്പോൾ ഓണസദ്യ ഇപ്രാവശ്യം ബിരിയാണി ആക്കാൻ വിചാരിച്ച്. ഇങ്ങനെ കഴിച്ചോ? കഴിച്ചു. നല്ല ബിരിയാണിയാണ്. കഴിച്ചു. നല്ലതാണ്. കഴിച്ചു. നല്ല അടിപൊളിയാ. ഇംതിയാസേ, വാ, ഇവിടെ വേറെ കുറച്ച് ആളുകളുണ്ട്, ചോദിച്ചു നോക്കാം. ബിരിയാണി കഴിക്കാൻ വേണ്ടി. ബിരിയാണി കേട്ടിട്ടുള്ള എല്ലാവരും പറഞ്ഞു റഹ്മത്തിൽ വന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം അത്രയും ബെസ്റ്റ് ബിരിയാണി എന്ന് പറഞ്ഞു. ഓണത്തിന്റെ അന്ന് ബിരിയാണി. ഓണത്തിന്റെ അന്ന് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വെറുതെ, തൃശ്ശൂരൊക്കെ അവധിയാണല്ലോ, എല്ലാവരും കടയും എല്ലാവർക്കും ഷോപ്പൊക്കെ ഉള്ളതാ. അപ്പൊ അവധി ആയതുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ വന്ന് സ്റ്റേ ചെയ്ത് നാളെ അവിടെ നിന്ന് പോവാന്ന് വെച്ചിട്ട് അപ്പൊ ഇവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നടക്കാൻ ഞങ്ങൾ. ഓണത്തിന്റെ സദ്യ നഷ്ടപ്പെട്ടു. സദ്യ ചോദിച്ചിട്ട് സദ്യ വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ സദ്യ ഇല്ല ഇവിടെ. ബിരിയാണി ബിരിയാണി നല്ലതാണ്. തൃശ്ശൂരിൽ നിന്ന് തന്നെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ആളുകൾ എത്തിയിട്ടുണ്ട്. അനൂപേട്ടൻ, ലിജേഷ് അല്ലേ? ഈ പ്രാവശ്യം സദ്യ വേണ്ടെന്ന് വെച്ചു. ഞങ്ങൾ കോഴിക്കോടൊക്കെ ട്രാവൽ ചെയ്ത് ബിരിയാണി, റഹ്മത്തിൻ്റെ ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞു. കൂടെ ഞങ്ങളുടെ ഫാമിലി ഉണ്ട് കേട്ടോ. അകത്തിരിപ്പുണ്ട്. ഓണത്തിന് സദ്യ ഒഴിവാക്കി ഇന്ന് ബിരിയാണി കഴിച്ചു. സൂപ്പറായിരുന്നു. കോഴിക്കോട്ടുകാരുടെ കൂടെ കൂടാന്ന് വെച്ചു ഞങ്ങളെല്ലാവരും. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളായിരുന്നു. ഹാപ്പി ആണോ? ബീഫ് ബിരിയാണി ആണോ ചിക്കൻ ബിരിയാണി? മട്ടനും കഴിച്ചു, ചിക്കനും കഴിച്ചു. ഓണം പൊളിച്ചു. ഓണം പൊളിച്ച് മനസ്സ് നിറഞ്ഞ് വയറും നിറഞ്ഞ്. കൊച്ചിന്ന് കോഴിക്കോട്ടേക്ക് റഹ്മത്തിലേക്ക് ബിരിയാണി കഴിക്കാൻ വന്ന ആളുകളുണ്ട്. നല്ല ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി കഴിക്കാൻ മാത്രമായിട്ട് ബിരിയാണി മാത്രമായിട്ട് കഴിക്കാൻ വന്നത്. ഓണത്തിന്റെ അന്ന് ബിരിയാണി. ഞാൻ മന്തി അയച്ച കൊള്ളായിരുന്നു. കോഴിക്കോട് റഹ്മത്തിലൊന്ന് മന്തി. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നല്ല ബിരിയാണിന്റെ സ്മെല്ല് വരുന്നുണ്ട്. ചിലപ്പം കയ്യിൽ പോകും. ബിരിയാണി കഴിക്കാനാണോ? ഞാനെന്തായാലും കാര്യം മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. അരുൺ അമൃതനാഥ് സദ്യ ഇലയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ട് എനിക്ക് അവിടെ പോകണം. അപ്പോൾ തിരുവോണമായിട്ട് സദ്യ കഴിക്കാം അല്ലേ? തീർച്ചയായിട്ടും. നമുക്കത് ഈ മണം പ്രലോഭിപ്പിക്കുന്നില്ല. അരുണിന്റെ വീട്ടിൽ പോവാം. ഓക്കെ. ക്യാമറമാൻ അരുൺ കിഷോറിനൊപ്പം, ജസ്റ്റിനുമൊപ്പം മുഹമ്മദ് ഷഹീദ്, ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.